ഇന്നാണ് ഇന്ത്യ സിംബാബ്വെ T20 മാച്ച് ആരംഭിക്കുന്നത്. വൈകിട്ട് 4:30 മാച്ച് ആരംഭിക്കും. സോണി എന്ന ചാനലിലാണ് ടെലികാസ്റ്റ് ലൈവ് ഉള്ളത്. ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇന്ന് കളിക്കില്ല. മുഴുവനായിട്ടും ഇന്ത്യയുടെ T20 ടീം മാറിയിരിക്കുകയാണ്. ഒരുപാട് യുവതാരങ്ങളാണ് ഇന്നത്തെ മാച്ചിൽ കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ T20 ടീമിൽ തലമുറ മാറ്റം വന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഇനി T20 ടീമിൽ ഉണ്ടായിരിക്കില്ല. പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓപ്പണിംഗ് തന്നെ മാറിയിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ഗില്ലും അഭിഷേക് ശർമ്മയുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. അഭിഷേക് IPL നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഗില്ലാണ്. ഇനി 3-ാം നമ്പറിൽ ഋതുരാജാണ് കളിക്കാൻ പോകുന്നത്. സാധാരണ ഋതുരാജ് ഓപ്പണിങ്ങിലാണ് കളിക്കാറ്. എന്നാൽ ഓപ്പണേഴ്സ് ഓൾറെഡി സെറ്റാണ്. അതുകൊണ്ട് ഋതുരാജ് കോഹ്ലിയുടെ സ്ഥാനത്താണ് കളിക്കാൻ പോകുന്നത്. 4-ാം നമ്പറിൽ റിയാൻ പരാഗാണ് കളിക്കാൻ പോകുന്നത്. പരാഗ് രാജസ്ഥാന് വേണ്ടി മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. 2-3 പുതിയ താരങ്ങളിൽ നിന്ന് അരങ്ങേറ്റം നടത്തിയേക്കും. ഇന്ത്യയുടെ കീപ്പർ ധ്രുവ് ജുറലാണ്. സഞ്ജു, ജയ്സ്വാൾ, ദുബെ ഒന്നും ആദ്യത്തെ 2 മാച്ചിൽ കളിക്കുന്നില്ല. അതുപോലെ ബൗളിങ്ങിലും ഒരു പുതിയ താരമെന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഹർഷിത് റാണയാണത്. സിംബാബ്വെക്കെതിരെ ഇന്ത്യ ഈസി ആയിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇതുവരെയുള്ള സിംബാബ്വെയുടെ ചരിത്രം നോക്കിയാൽ ഇന്ത്യ സിംബാബ്വെയുമായിട്ട് 2 വട്ടം T20യിൽ തോറ്റിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സിംബാബ്വെ ടീമിനെ ചെറിയ ടീമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. ഗില്ല്, അഭിഷേക് ശർമ്മ, ഋതുരാജ്, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ അല്ലെങ്കിൽ ഹർഷിത് റാണ, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇന്നത്തെ മാച്ചിൽ ഒരുപക്ഷെ ഇന്ത്യ തകർത്തടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.